സർക്കിൾസിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമ്പിൾ 2 എന്താണെന്നുള്ളത് നോക്കാം. അവിടെ if two intersecting chords of a circle make equal angles with the diameter passing through the point of intersection. അതായത് 2 AB യും CD യും ആണ് ഇവിടെ കോഡ്സ്. ആ കോഡ്സ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഇ, അതായത് പി ക്യു എന്നുള്ള ഡയമീറ്ററുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഇ ആണ്. അവിടെ ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ എന്താണ് പറയുന്നത്? ഈക്വൽ ആംഗിൾസ് ആണ്. മേക്ക് ഈക്വൽ ആംഗിൾസ്. അപ്പോൾ ഇവിടെ ഈ ആംഗിൾ എ ഇ ക്യു ഈക്വൽ ടു ഡി ഇ ക്യു ആണ്. ഈ പി ക്യു എന്നുള്ള ഡയമീറ്ററും ഈ കോഡും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന ആംഗിൾസ് ഈക്വൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് എ ഇ ക്യു ഈക്വൽ ടു ഡി ഇ ക്യു. ഇത്രയും കാര്യമാണ് നമുക്ക് തന്നിട്ടുള്ളത്. പ്രൂവ് ദാറ്റ് ദ കോഡ്സ് ആർ ഈക്വൽ. അതായത് എ ബി സി ഡിക്ക് ഈക്വൽ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം എന്ത് ചെയ്താൽ ഗിവൺ two intersecting chords AB and CD are two intersecting chords with center O. PQ is a diameter. പിന്നെ എന്ത് തന്നിട്ടുണ്ട് നമുക്ക്? അവിടെ ഈക്വൽ ആംഗിൾ ആണ് ഉള്ളത് എന്ന് പറയുന്നുണ്ട്. അതായത് ആംഗിൾ എ ഇ ക്യു ഈക്വൽ ടു ആംഗിൾ ഡി ഇ ക്യു. ഇത്രയും കാര്യങ്ങളാണ് ഗിവൺ. ഇനി നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ടു പ്രൂവ് എ ബി ഈക്വൽ ടു സി ഡി, ആ കോഡ്സ് ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി കൺസ്ട്രക്ഷൻ എന്തൊക്കെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്? ഡ്രോ OL പെർപെൻഡിക്കുലർ ടു എ ബി എന്ന കോഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് OL വരിക. അതുപോലെ OM പെർപെൻഡിക്കുലർ ടു സി ഡിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ OM വരണം. ഇനി പ്രൂഫ്. അപ്പോൾ നമ്മളിങ്ങനെ പെർപെൻഡിക്കുലർ വരഞ്ഞു. അപ്പോൾ ഇവിടെ രണ്ട് ട്രയാങ്കിൾ ഉണ്ടായി അല്ലേ? OLEയും OME. അപ്പോൾ ഇൻ ട്രയാങ്കിൾ OLE ആൻഡ് ട്രയാങ്കിൾ OME, ഈ രണ്ട് ട്രയാങ്കിളിലും നമുക്ക് ഏതൊക്കെയാണ് ഈക്വൽ ആയിട്ട് വരുന്നത്? OE അല്ലെങ്കിൽ EO ഈക്വൽ ടു EO കോമൺ ആണ്. കോമൺ ആയിട്ടുള്ള സൈഡാണ്. രണ്ട് ട്രയാങ്കിളിലും കോമൺ ആയിട്ട് വന്നു. പിന്നെ നമ്മൾ പെർപെൻഡിക്കുലർ ആണ് വരഞ്ഞിട്ടുള്ളത്. പെർപെൻഡിക്കുലർ വരഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി. അപ്പോൾ നമ്മൾ പറയുന്നു ആംഗിൾ OLE ഈക്വൽ ടു ആംഗിൾ OME ഈക്വൽ ടു 90 ഡിഗ്രി ബൈ കൺസ്ട്രക്ഷൻ. റീസൺ അവിടെ കൊടുക്കുക, കൺസ്ട്രക്ഷൻ. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് ആംഗിൾ AEQ ഈക്വൽ ടു ആംഗിൾ DEQ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹാഫ് LEO, ആംഗിൾ LEO ഈക്വൽ ടു ആംഗിൾ MEO ഗിവൺ ആണ്. Therefore ബൈ ഏത് റൂളാണ് നമുക്ക് വരുന്നത്? ആംഗിൾ സൈഡ്. Therefore ബൈ AAS കോൺഗ്രുവൻസി റൂൾ ട്രയാങ്കിൾ, ആ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാം. ട്രയാങ്കിൾ OME കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ OLE, ആ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആയി. രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? Therefore OL ഈക്വൽ ടു OM ബൈ CPCT. ഇവിടെ നമുക്ക് OL ഈക്വൽ ടു OM എന്നാണ് കിട്ടിയത്. ഈ OL എന്ന് പറയുന്നത് എന്താണ്? OL ഈസ് എ ഡിസ്റ്റൻസ് ഓഫ് എ കോഡ്, അതായത് ഫ്രം സെൻറ്റർ എന്നുള്ള ഒരു കോഡ്. ഡിസ്റ്റൻസ് ഓഫ് എ കോഡ് ഫ്രം ദ സെൻറ്റർ ടു എ കോഡ് AB ആണ്. ABയിലേക്കുള്ള ഒരു കോഡാണ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നു OL ഈക്വൽ ടു OM ബൈ CPCT. നമ്മൾ ഇനി എന്ത് പറയുന്നു? OL ഈസ് ദ distance of chord AB from the center. സെൻറ്ററിൽ നിന്ന് AB എന്ന കോഡിലേക്കുള്ള ഡിസ്റ്റൻസ്. അതുപോലെ OM ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് കോഡ് CD from the center. അപ്പോൾ അവിടെ ഓയിലും
ഒ എമ്മും ഈക്വൽ ആയി, ഓയിലും ഒ എമ്മും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, therefore അതായത് ഇത് രണ്ടും സെന്ററിന് ഈ കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, ആ ഡിസ്റ്റൻസ് ആണ് ഈക്വൽ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. therefore എ ബി ഈക്വൽ ടു സി ഡി, കോഡ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ആർ ഈക്വൽ, distance from the center are equal. Chords equal distance from the center are equal ആണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അത് പ്രൂവ് ചെയ്യുന്നത്. ഇതിൽ ഇത്രയും ചെയ്യേണ്ടത് ഈ രണ്ട് ട്രയാങ്കിളും കോൺട്രന്റ് ആണെന്ന് പ്രൂവ് ചെയ്യുക. കോൺട്രന്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് നമുക്ക് ഒ എൽ ഈക്വൽ ടു ഒ എം ബൈ സി പി സി ടി എന്ന് കിട്ടും. ഒ എൽ എന്ന് പറയുന്നത് എന്താ, ഡിസ്റ്റൻസ് ഓഫ് എ കോഡ് എ, അതായത് സെന്ററിൽ നിന്ന് എ ബിയിലേക്കുള്ള കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അതുപോലെ ഒ എം എന്ന് പറയുന്നത് സെന്ററിൽ നിന്ന് സി ഡി എന്ന കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാ, ഈ രണ്ട് കോഡും ഈക്വൽ ആണ്. അതായത് കോഡ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്തത്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അതിൽ എക്സാമ്പിൾ 3 എന്താണെന്നുള്ളത് നോക്കാം. എ ബി ഈസ് ദ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ, സി ഡി ഈസ് എ കോഡ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. അപ്പോൾ സി ഡി എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് സർക്കിളിന് ഈക്വൽ ആണ്. എ സി ആൻഡ് ബി ഡി വെൻ എക്സ്റ്റെൻഡഡ് ഇന്റർസെക്ട് അറ്റ് എ പോയിന്റ് ഇ. എ സിയെയും ബി ഡിയെയും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഇ. അവിടെ നമുക്ക് ഈ ആംഗിൾ ആണ് 60 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. എ ഇ ബി എന്നുള്ളത് 60 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുണ്ട്, എ ബി ഗിവൺ, എ ബി ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ പിന്നെ എന്ത് തന്നിട്ടുണ്ട്, സി ഡി ഈക്വൽ ടു റേഡിയസ്, റേഡിയസിന് ഈക്വൽ ആണ്, റേഡിയസ് ഓഫ് സർക്കിളിന് ഈക്വൽ ആണ് സി ഡി. അപ്പോൾ ഇവിടെ നമ്മൾ ജോയിൻ ചെയ്യുന്നു, ജോയിൻ ഒ സി ആൻഡ് ഇവിടെ ജോയിൻ ഒ സി ഒ ഡി, അതുപോലെ പിന്നെ ബി സിയും ജോയിൻ ചെയ്യുന്നുണ്ട്, ഒ സി ഒ ഡി ആൻഡ് ബി സി മൂന്നും കൂടി ജോയിൻ ചെയ്തു. ഇവിടെ ഒ സി എന്ന് പറയുന്നത് ഇവിടെ സെന്ററിൽ നിന്ന് സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ്. ഒ സി എന്ന് പറയുന്നത് റേഡിയസ് ആണ്, ഒ ഡി എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അത് ഈ സി ഡി എന്നുള്ള കോഡ് ഈ റേഡിയസിനാണ് ഈക്വൽ ആയിട്ടുള്ളത്. അതായത് ഒ സി ഈക്വൽ ടു ഒ ഡി ഈക്വൽ ടു സി ഡി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒ സി ഡി എന്നുള്ളത് ഒരു ഈക്വലേറ്റഡ് ട്രയാങ്കിൾ ആണ്, മൂന്ന് സൈഡ്സും ഈക്വൽ ആയി. ഇവിടെ സി ഡി റേഡിയസിന് ഈക്വൽ ആയതുകൊണ്ടാണ് നമ്മൾ കൺസ്ട്രക്ഷൻ കൊടുത്തു. ഒ സിയും ഒ ഡിയും എന്താണ്, റേഡിയസ് ആണ്. ആ റേഡിയസ് സി ഡിക്ക് ഈക്വൽ ആണ്. therefore ഒ സി ഡി ട്രയാങ്കിൾ ഒ സി ഡി ഈസ് എ ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. ഈക്വലേറ്ററൽ ട്രയാങ്കിൾ നമ്മൾ പറഞ്ഞു, അത് ഒരു ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. ഈക്വലേറ്റർ ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിൾസും എത്രയായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ ആംഗിൾ 60 ഡിഗ്രി ആണ്. അതുപോലെ ഒ സി ഡി എന്നുള്ള 60 ഡിഗ്രി ആണ്, ഒ ഡി സി എന്നുള്ളതും 60 ഡിഗ്രി ആണ്. എല്ലാ ആംഗിൾസും 60 ഡിഗ്രി ആയിരിക്കും. ഇനി ഒ സി ഡി ഈക്വലേറ്റർ ട്രയാങ്കിൾ ആയി. നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എ ബി ഡയമീറ്റർ ആണ്. ഡയമീറ്ററിന് ഇതിലേക്കുള്ള, അതായത് ആംഗിൾസ് ഇൻ ദ സെമി സർക്കിൾ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആംഗിൾസ് ഇൻ ദ സെമി സർക്കിൾ 90 ഡിഗ്രി ആണ്. അപ്പോൾ അടുത്ത് നമ്മൾ എഴുതുന്നു ആംഗിൾ എ സി ബി ഈക്വൽ ടു 90 ഡിഗ്രി. റീസൺ ആംഗിൾസ് ഇൻ ദ സെമി സർക്കിൾ, ആംഗിൾസ് ഇൻ ദ സെമി സർക്കിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇത് മാത്രം നോക്കി, എ ബി എന്നുള്ള ഡയമീറ്റർ എ സി ബി എന്ന് പറയുന്നത് 90 ഡിഗ്രി എന്നുള്ളത് കിട്ടി. ഇവിടെ എ സി ബി ഇത്രയും ഭാഗമാണ് നമുക്ക് 90 ഡിഗ്രി. എ സി ബി ഈ ഡോട്ട് ഇട്ട ലൈന് വരെയുള്ളത് 90 ഡിഗ്രിയാണ്. ഇവിടെ ആംഗിൾ എ സി ബി പ്ലസ് ആംഗിൾ ബി സി ഇ നമുക്ക് എന്ത് പറയാം, 180 ഡിഗ്രി ലീനിയർ പെയർ ആണ്. അതായത് എ സി ബി പിന്നെ ബി സി ഇ, ഈ ഭാഗം ബി സി എന്നുള്ള ട്രയാങ്കിളിന്റെ ഇത്രയും ഭാഗം, ഈ ഭാഗം രണ്ടും കൂടി ആവുമ്പോൾ നമുക്ക് ആദ്യം എ സി ബി ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ, അതിനുശേഷം ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ, അത് രണ്ടും കൂടി ആവുമ്പോൾ നമുക്ക് സെമി സർക്കിൾ ആയി, അല്ലെ, ലീനിയർ പെയർ.
അപ്പോൾ ആംഗിൾ ACB പ്ലസ് ആംഗിൾ BCE ഈക്വൽ ടു 180 ഡിഗ്രി ലീനിയർ പെയർ ആണ്. ACB 90 ഡിഗ്രി ആണെങ്കിൽ therefore ആംഗിൾ BCE ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുക. BCE എന്നുള്ള ട്രയാങ്കിളിൽ ഈ ഒരു സൈഡ് നമുക്ക് 90 ഡിഗ്രി എന്ന് കിട്ടി. ഇത് 60 ഡിഗ്രി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ആംഗിൾ അറിയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ആംഗിൾ സം പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ഈ ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് പറയാം. ഇപ്പം നമുക്ക് ആംഗിൾ BCE എന്നുള്ള ട്രയാങ്കിളിൽ ആംഗിൾ BCE കിട്ടി. BCE എന്നുള്ള ട്രയാങ്കിളിൽ BCE എന്ന് പറയുന്നത് 90 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമ്മൾ പറയുന്നു ആംഗിൾ COD, അതായത് COD ഒരു ഈക്വലേറ്റഡ് ട്രയാങ്കിൾ ആവുമ്പോൾ ആംഗിൾ COD സെൻട്രലിലുള്ള ആംഗിൾ എത്രയാണ്, 60 ഡിഗ്രിയാണ്. സെൻട്രലിലുള്ള ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഹാഫ് ആയിരിക്കും എന്ത്, റിമൈനിങ് പാർട്ടിൽ സർക്കിളിൻ്റെ വേറെ ഏതെങ്കിലും പാർട്ടിലുള്ള ആംഗിൾ. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു, ഈ OBD എന്ന് പറയുന്നത് ആംഗിൾ COD ഈക്വൽ ടു 2 ടൈംസ് ആംഗിൾ OBD ആണ്. അതിന് റീസൺ എഴുതുക. എന്താണ്, ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ആർക്ക് അറ്റ് ദ സെന്റർ ഈസ് ഡബിൾ ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ഇറ്റ് അറ്റ് എനി പോയിന്റ് ഓൺ ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ സർക്കിൾ. നമ്മൾ തിയറം 8 പഠിച്ചിട്ടുണ്ട്. ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ആർക്ക് അറ്റ് ദ സെന്റർ ഈസ് ഡബിൾ ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ഇറ്റ് അറ്റ് എനി പോയിന്റ് ഓൺ ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ സർക്കിൾ. ആ റീസൺ അവിടെ എഴുതിയാൽ COD എന്ന് പറയുന്നത് 2 ടൈംസ് ആംഗിൾ 2BD. നമുക്ക് ഇവിടെ കിട്ടിയത് ആംഗിൾ COD ഈക്വൽ ടു 2 ടൈംസ് ആംഗിൾ OBD ആണ്. അപ്പോൾ OBD എന്ന് പറയുന്നത് 60/2 ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് കിട്ടി. ഇവിടെ റീസൺ എഴുതണം. ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ആർക്ക് അറ്റ് ദ സെന്റർ ഈസ് ഡബിൾ ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ഇറ്റ് അറ്റ് എനി പോയിന്റ് ഓൺ ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ സർക്കിൾ. ആ തിയറം ഇവിടെ എഴുതുക. ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ആർക്ക് അറ്റ് ദ സെന്റർ. അപ്പോൾ OBD എന്നുള്ളത് 30 ഡിഗ്രി കിട്ടി. നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ നോക്കുക. ഇൻ ട്രയാങ്കിൾ BCE, BCEയിൽ ആംഗിൾ BCE പ്ലസ് ആംഗിൾ CBE പ്ലസ് ആംഗിൾ CEB ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും നമുക്കറിയാം. ഇത് 60, ഇത് 30 ആണ്. സോറി, ഇത് 90. ഈ ആംഗിൾ 90. നമ്മൾ ആംഗിൾ സം പ്രോപ്പർട്ടി BCE എന്നുള്ളത് 90 ഡിഗ്രി എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്ലസ് ആംഗിൾ CEB ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ CEB എന്ന് പറയുന്നത് 180 മൈനസ് 120 ഈക്വൽ ടു 60 കിട്ടി. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് 60 ഡിഗ്രി എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ therefore ആംഗിൾ AEB ഈക്വൽ ടു 60 ഡിഗ്രി. അതാണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ നിങ്ങൾ ഇത്രയും ഓർക്കണ്ടു. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഈ 2 ആംഗിളും കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ആംഗിൾസ് ഇൻ ദ സെമി സർക്കിൾ. ആംഗിൾസ് ഇൻ ദ സെമി സർക്കിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ACB എന്നുള്ള ആംഗിൾ 90 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ അതും ACBയും BCEയും എന്താണ്, ലീനിയർ പെയർ ആണ്. ലീനിയർ പെയർ ആവുമ്പോൾ ആംഗിൾ BCE എന്നുള്ളതും 90 ഡിഗ്രി കിട്ടും. അപ്പോൾ ഈ ഭാഗം 90 കിട്ടി. ഇനി നമ്മുടെ സെൻറ്റർ ഇതൊരു ഈക്വലേറ്റർ, COD എന്നുള്ളത് ഒരു ഈക്വലേറ്റർ ട്രയാങ്കിൾ. കാരണം എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. എല്ലാ സൈഡ്സും ഈക്വൽ ആണെങ്കിൽ ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. ഈക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും എത്രയായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈക്വലേറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് പിന്നെ സെൻറ്ററിലുള്ള ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഹാഫ് ആയിരിക്കും സർക്കിളിൽ റിമൈനിങ് പാർട്ടിൽ വരുന്ന ആംഗിൾ. അപ്പോൾ OBD എന്ന് പറയുന്നത് നമുക്ക് 30 ഡിഗ്രിയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രി, ഈ ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എന്തായാലും 60 ഡിഗ്രി ആയിരിക്കും ബൈ ആംഗിൾ സം പ്രോപ്പർട്ടി. അതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.